ശ്രീ ശാരദാദേവി എല്ലാ വിദ്യകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് അധ്യാത്മവിദ്യ. അതുകൊണ്ടാണ് തൃപ്പാദങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് നമ്മയോട് ഉദ്ബോധിപ്പിച്ചത്. വിദ്യ നേടിക്കൊണ്ട് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ് മംഗളസ്വരൂപനായ ശ്രീ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് ശിവഗിരിയുടെ അതിനായകയായി ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച ശാരദാദേവി വീണയെയും പുസ്തകത്തെയും കയ്യിൽ ധരിച്ചിരിക്കുന്ന സരസ്വതിയിൽ നിന്നും വ്യത്യസ്തയാണ്. 4 തൃക്കരങ്ങളിലായി ധർമ്മം, അർത്ഥം, കാമം, മോഹം എന്നിവയെ സൂചിപ്പിക്കുന്ന ഗ്രന്ഥവും കലശക്കുടവും ക്ലിയും ചിന്മുദ്രയുമാണ് ശാരദാദേവിയുടെ കൈകളിലുള്ളത്. ശാരദാദേവിയുടെ സ്വരൂപം ഗുരുസ്വാമി ലോകത്തിനു മുൻപിൽ അനാവരണം ചെയ്യുന്നത് മനോഹരമായ ഒരു കൃതിയിലൂടെയാണ്. നവരത്നങ്ങൾ പോലെ 9 പദ്യങ്ങൾ കോർത്തിണക്കിയ കവിത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ഈ കൃതിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന അന്നേ ദിവസം തന്നെയാണ് ഗുരുസ്വാമി ഈ കൃതി രചിച്ചത്. 2, അന്നേ ദിവസം തന്നെയായിരുന്നു ശിവഗിരിയിലെ ശാരദാ മഠത്തിന് കല്ലിടിയിൽ കർമ്മം നടത്തിയത്. 1887 മേടമാസത്തിലെ ചിത്ര പൗർണമി ദിനത്തിൽ മത്തേക വൃത്തത്തിൽ രചിച്ച ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ഗുരുസ്വാമി 64ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഗുരുദേവ കൃതികളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഗുരുദേവ കൃതികളുടെ പഠന ക്ലാസ്സിൽ പങ്കെടുക്കണം. ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയുടെ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ശിവഗിരി മഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവാല പാഠശാലയിൽ 2 വർഷമായി ഞാൻ പഠിക്കുന്നു. ഗുരുദേവ കൃതികളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഗുരുദേവൻ നമുക്ക് സമ്മാനിച്ച ഗുരുദേവ കൃതികൾ എത്രമാത്രം മഹത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൃതിയുടെ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴാണ്. നമ്മുടെ കയ്യിൽ ഒരു കൃതി കിട്ടിയാൽ നമ്മൾ അത് നല്ല ഈണത്തിൽ പാടും. പക്ഷെ അതിന്റെ അർത്ഥം അറിയാതെയാണ് പാടുന്നതെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് തെറ്റുകൾ പാടുന്നുണ്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് തെറ്റുകൾ പാടുന്ന ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. കുടുംബയോഗങ്ങളിലും ചതയം സമാധി പോലുള്ള പ്രാർത്ഥനാ വേദിയിലും ഒരുപാട് തെറ്റുകൾ പാടി കേൾക്കുന്ന ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. പ്രാർത്ഥനാ പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കണേ. പുതിയ പുസ്തകത്തിലെ 55ാമത്തെ പേജും പഴയ പുസ്തകത്തിലെ 42ാമത്തെ പേജുമാണ്. 2ാമത്തെ ഖണ്ഡികയിലെ സല്ലാഫം ഒന്നു മതി എല്ലാവരും തിരയും മുല്ലാക്ക ബോധജനനി എന്നാണ് ബുക്കിലെങ്കിലും പാടുമ്പോൾ സല്ലാഫം ഒന്നു മതി എല്ലാവരും തിരയും ഉല്ലാക്ക ബോധജനനി എന്നാണ് പാടേണ്ടത്. 4ാമത്തെ ഖണ്ഡികയിലെ നേരായിടുന്നുലകം മോരായിലുണ്ടകിലവും എന്നാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പാടുമ്പോൾ ഓരായിലുണ്ടകിലവും എന്ന് തന്നെ പാടണം. തൊട്ടടുത്ത ലൈനിലെ വേറായ നിൻകഴലിൽ ആരാധനം തരണം മാരാളിതിനൊരു വരം എന്നാണ്. അങ്ങനെ ഒരിക്കലും പാടരുത്. വേറായ നിൻകഴലിൽ ആരാധനം തരണം ആരാളിതിനൊരു വരം എന്നാണ് പാടേണ്ടത്. 5ാമത്തെ ഖണ്ഡികയിലെ കീലാലവായ് വനല കോലാഹലം ഭുവനം മാലാപം മാത്രമഖിലം എന്നാണ് ബുക്കിൽ. പക്ഷെ ആലാപം മാത്രമഖിലം എന്നാണ് പാടേണ്ടത്. 6ാമത്തെ ഖണ്ഡികയിൽ താനായതും ധരനദീനാരിയും നരനും ആനാഗവും നരകവും എന്നാണ് പാടേണ്ടത്. ബുക്കിലും മാനാഗവും നരകവും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റത്തെ ഖണ്ഡികയിലെ ദ്രോവാണതിന്റെ മഹിമാവാരറിഞ്ഞു ജന നീ വാഴ്ത്തുവാനും അരുതേ എന്ന് പാടരുത്. ദ്രോവാണതിന്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ എന്നാണ് പാടേണ്ടത്. അപ്പോൾ ദേവാല പാഠശാലയിലെ ബാലാജി സാറും ആശാ മാമും ഒക്കെ പാടാൻ പഠിപ്പിച്ചതുപോലെ തെറ്റുകൂടാതെ എങ്ങനെ പാടാമെന്നാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാസു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതി പെറുന്നാഥ ഭൂമിയിൽ അമർന്നാവിരാവ പടരും ചിന്നാവിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാ
പ്രഭാഷണം പറഞ്ഞു തുടങ്ങിയതും ലതീഷ് മാഷിന്റെ ക്ലാസ്സിൽ ലതീഷ് മാഷ് അവതരിപ്പിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. ലതീഷ് മാഷ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ കേൾക്കാനൊക്കെ വരാറുണ്ട്. എനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന ശ്രീകുമാർ സാറിന്റെ വേദിയിലും സരിമാഷിന്റെ വേദിയിലും രമേശൻ ചേട്ടന്റെ വേദിയിലും ഒക്കെ പ്രഭാഷണം അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലതീഷ് മാഷിന്റെ വേദിയിൽ ഇന്ന് ആദ്യമായിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന കുടുംബത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇത്രയും സമയം എൻ്റെ എളിവാക്കുകളെ കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം അമൃതവർഷമായി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും